നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മൂക്കടപ്പ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പിടിപെടാൻ അധിക നേരമൊന്നും വേണ്ട, പ്രത്യേകിച്ച് കുട്ടികളിൽ. മൂക്കടപ്പ് പ്രത്യേകിച്ച് തണുപ്പ് കാലങ്ങളിൽ നാം നേരിടുന്ന പതിവ് പ്രശ്നങ്ങളിലൊന്നാണ്. എന്നാൽ മൂക്കടപ്പിന് പല കാരണങ്ങളുണ്ട്. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് കുട്ടികളിലെ മൂക്കടപ്പിനെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ സീനിയർ ENT കൺസൾട്ടന്റ് ഡോക്ടർ ഹാനിഷ് ഹനീഫ തത്സമയം ചേരുകയാണ്. നമസ്കാരം. ഡോക്ടർ, ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടികളിൽ ഉണ്ടാവുന്ന മൂക്കടപ്പ് പേരൻസിന് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ രാത്രി ഉറങ്ങില്ല, പാല് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ശ്വാസം കിട്ടാതെ പ്രശ്നങ്ങളുണ്ടാകുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന മൂക്കടപ്പിന് എന്തൊക്കെ കാരണങ്ങളാണ് ഉള്ളത് ഡോക്ടർ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. കുട്ടികളിൽ ഉണ്ടാക്കുന്ന മൂക്കടപ്പ് വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന മൂക്കടപ്പ് നമുക്ക് തീരെ ചെറിയ, അതായത് ജനിച്ചിട്ട് ആദ്യത്തെ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന മൂക്കടപ്പ് നമ്മൾ കുറച്ചും കൂടിയും ഗൗരവത്തോടെ എടുക്കണം. കാരണം ഒരു പക്ഷേ ഈ സുഷിരങ്ങൾ, നമ്മൾ ഈ രണ്ട് സുഷിരങ്ങൾ പോയി ശ്വാസനാളത്തിലേക്ക് പിന്നെ ഒരു കുഴലായിട്ടാണ് മാറുന്നത്. അപ്പൊ ആ മൂക്കിന്റെ പിൻഭാഗത്തുള്ള ഏകദേശം, ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ ഏകദേശം മനസ്സിലാവും, മൂക്ക് ഇത് ബാക്കിലേക്ക് പോയിട്ട് ഈ ഭാഗം ചിലപ്പോൾ അടയാം. അവ ദ്വാരം കുഞ്ഞുങ്ങളിൽ ഉണ്ടാകാതെ ആ ഭാഗം എല്ല് കൊണ്ട് തന്നെ അടയുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പേശികൾ കൊണ്ട് അടയുന്ന രൂപത്തിൽ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് മൂക്ക് കൂടെ ശ്വാസം തീരെ എടുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിൽ കൂടെ ജലദോഷം, പാല് കുടിക്കാതിരിക്കുക. കാരണം പാല് കുടിക്കുമ്പോൾ അവർക്ക് വായിക്കൂടെ തന്നെ ശ്വാസം എടുക്കുന്നതും കൊണ്ട്, വായിക്കൂടെ ശ്വാസം എടുക്കുന്നതും പാല് കുടിക്കുന്ന ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫീഡിങ് പോലും മര്യാദക്ക് എടുക്കാത്ത പോലെ കാണാവുന്നതാണ്. അപ്പൊ അതുപോലെ മൂക്കിന്റെ പിന്നിൽ പൂർണ്ണമായി അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചികിത്സ അർഹിക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന് കോയണൽ അട്രീസിയ എന്നാണ് പറയാ. അത് വളരെ റെയർ അല്ല, അത് കുട്ടികളിൽ കാണുന്നതാണ്. ഇതാണ് കുറച്ചും കൂടി ഗൗരവത്തോടെ കാണുന്നത്. പിന്നെ ജനിച്ചുപാടുള്ള കുട്ടികളിൽ പലതരം മുഴകൾ ഉണ്ടാകാം. ജനറ്റിക്കമായി വരുന്ന അനാറ്റമിക്കലി അബ്നോർമാലിറ്റീസിന് പുറമെ പല ട്യൂമറുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ സ്ഥിരമായിട്ട് മൂക്കടപ്പ് ചെറിയ ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞിന് കാണുകയാണെങ്കിൽ ആ കുട്ടികളിൽ മൂക്കിന്റെ ഉള്ളിൽ പരിശോധിച്ച് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ സാധാരണ കാണുന്നതാണ് ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആണ്. അത് 3 തരം ഇൻഫെക്ഷൻസ് ആണ് പൊതുവെ നമ്മൾ മൂക്കിൽ കാണുന്നത്: വൈറൽ, ബാക്ടീരിയൽ, ഫംഗൽ. അതിൽ വളരെ കോമൺ ആയി കാണുന്ന ഈ കോമൺ കോൾഡ് എന്ന് പറയുന്ന അധികവും വൈറൽ ഒറിജിൻ ആണ്. അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട. മൂക്കിൽ സലൈൻ ഡ്രോപ്സും, നല്ല ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുക, പനി വരികയാണെങ്കിൽ പനിന്റെ മരുന്ന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ മാനേജ്മെന്റ് കൊണ്ട് മാറുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ആവുമ്പോൾ കുറച്ചും കൂടി ഡേയ്സ് ഇൻഫെക്ഷൻ ഉണ്ടാവും, കുറച്ചും കൂടി ടയേർഡ് ആയിരിക്കും, ബേബി ഫീഡ് എടുക്കില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് യൂഷ്വലി കുഞ്ഞുങ്ങളിൽ വരില്ല, അത് കുറച്ചും കൂടി മുതിർന്നവർക്കാണ് വരുന്നത്, റെയർ ആണ്. അപ്പൊ അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് കുട്ടികളിൽ കാണുന്ന 2 കാരണങ്ങളാണ്. ഒന്ന്, അനാറ്റമിക്കലി രൂപഘടനയിൽ വരുന്ന മാറ്റങ്ങൾ, ശ്വാസം പോകാനുള്ള സ്ഥലമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻ കൊണ്ട്, നീർക്കെട്ട് കൊണ്ട് മൂക്കിൽ തടസ്സമുണ്ടാവുക. ഡോക്ടർ, അതുപോലെ ഈ മൂക്കിലെ ദശ ഒരു വലിയ പ്രശ്നമായിട്ട് പറയുന്നത് കേൾക്കാറുണ്ട്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഈ കുട്ടികൾക്ക് മൂക്കിൽ ദശയുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഡോക്ടർ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ കുട്ടികളിൽ സാധാരണ മൂക്കിലെ ദശ എന്ന് പറയുന്നത് മൂക്കിന് പിന്നിൽ നിൽക്കുന്ന അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കത്തിനെയാണ് മൂക്കിലെ ദശ എന്ന് കോമൺലി നമ്മൾ കുട്ടികളിൽ പറയുന്നത്. അപ്പൊ ആ ദശ സാധാരണ എല്ലാ കുട്ടികളിലും പ്രതിരോധ ശക്തിക്ക് ആവശ്യമുള്ള ഒരു ഗ്ലാൻഡ് ആണത്. ആ ഗ്ലാൻഡിന്റെ പക്ഷെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ കൊണ്ടും അലർജിക് കണ്ടീഷൻ കൂടുന്നതും കൊണ്ടും ഈ ഗ്രന്ഥിയുടെ സൈസ് കൂടും. അപ്പൊ മൂക്കിന് പക്ഷെ നിങ്ങൾക്ക് ഇത് കാണുമോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നോക്കുമ്പോൾ മൂക്കിന് പിന്നിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് അഡിനോയിഡ് ഗ്രന്ഥി വരിക. അപ്പൊ ഈ ഏരിയ ഫുള്ള് അഡിനോയിഡ് ഗ്രന്ഥി വീങ്ങി കഴിഞ്ഞാൽ പിന്നെ മൂക്ക് കൂടെ ശ്വാസം എടുക്കാനുള്ള സൗകര്യം പോയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി മൂക്കടപ്പ് വരും, കഫക്കെട്ട് വരും, നിരന്തരമായിട്ട് വായി കൂടെ ശ്വാസം എടുക്കാനുള്ള സാഹചര്യം വരും. അപ്പൊ അഡിനോയിഡ് ദശ
ആണ് പൊതുവെ കുട്ടികളിൽ കാണുന്നത്. ഭൂരിഭാഗവും സ്ഥിരമായി മൂക്കടപ്പുള്ള കുട്ടികൾ വായ തുറന്നുറങ്ങുകയാണെങ്കിൽ ഒബ്വിയസ്ലി അഡിനോയിഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അഡിനോയിഡ് ദശ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ENT ഡോക്ടറെ കാണിച്ചാൽ അവരൊരു ബേസിക് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് ആ അഡിനോയിഡിന്റെ ഗ്രേഡ് എത്രയാണെന്ന് മനസ്സിലാവും. കുറച്ചുകൂടി ലളിതവും കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായാൽ ഒരു ചെറിയൊരു ക്യാമറ ഘടിപ്പിച്ച ട്യൂബ് മൂക്കിൽ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അഡിനോയിഡിന്റെ വലുപ്പവും വിസ്തീർണവും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ബേസിക് ഒരു OP ചെയ്യുന്ന കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ആ പ്രൊസീജിയറിന് കോപ്പറേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഡോക്ടർ, ഈ മൂക്കിലെ ദശ പലപ്പോഴും സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ആളുകൾക്കിടയിൽ പലപ്പോഴും ഒരു സംശയം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ സർജറി ചെയ്ത് നമ്മൾ ഈ ദശ നീക്കം ചെയ്താൽ പിന്നീട് വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതെ, തീർച്ചയായും. ഇത് ഒന്നാമത് ഒരു കുട്ടിയുടെ സർജറി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും അവരുടെ മാതാപിതാക്കള്. അപ്പൊ അത് മാത്രമല്ല, ഈ സർജറി കഴിഞ്ഞാൽ ഇത് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെന്നും കൂടി കേട്ടാൽ അവർ ഓൾ ദ മോർ കൺഫ്യൂഷൻ, ഭയങ്കര ഡൈലമയിലായിരിക്കും അതങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, കുട്ടികളിൽ കാണുന്ന ദശ ഭൂരിഭാഗം കുട്ടികൾക്കും അത് അഡിനോയിഡ് ആകാനാണ് സാധ്യത. അഡിനോയിഡ് സർജറി വളരെ റിലേറ്റീവ്ലി സേഫ് ആണ്. ഹാർഡ്ലി 15 to 20 മിനിറ്റ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ്. അത് പൂർണ്ണമായിട്ട് രക്തരഹിതമായി വേദനയില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. അഡിനോയിഡ് നീക്കം ചെയ്ത ഒരു കുട്ടിക്ക് അഡിനോയിഡ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്ന വെച്ചാൽ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾക്ക് അഡിനോയിഡ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10-11 വയസ്സാകുമ്പോൾ ചെറിയ രൂപത്തിൽ അഡിനോയിഡ് വരുന്നതായിട്ട് കാണുന്നതല്ലാതെ ഒരിക്കലും അഡിനോയിഡ് സർജറി ഒരു 7-8 വയസ്സിൽ ചെയ്ത ഒരു കുട്ടിക്ക് അഡിനോയിഡ് റെക്കറൻസ് അത് തിരിച്ചു വരാനുള്ള സാധ്യത നില്ലെന്ന് തന്നെ പറയാം. പൊതുവെ ദശ തിരിച്ചു വരുന്നതൊക്കെ ഭൂരിഭാഗം നേസൽ പോളിപ്പോസിസ് ആണ്. അതിന്റെ എറ്റിയോളജി, അത് വരാനുള്ള കാരണം വേറെ കാരണങ്ങൾ. അത് പൊതുവെ മുതിർന്നവരിലാണ്, കുട്ടികളിൽ ഇല്ല. കുട്ടികളിൽ അഡിനോയിഡ് സർജറി ചെയ്യുന്ന പിന്നെ വേറെ പല ദശകളും ഉണ്ട്. അപ്പൊ ഞാൻ അഡിനോയിഡിനെ കുറിച്ചാണ് പറയുന്നത്. അഡിനോയിഡ് തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. ഡോക്ടർ, പലപ്പോഴും ഈ മൂക്കടപ്പിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പലരും പറയുന്നത് കേൾക്കാറുണ്ട്, മൂക്കടപ്പ് വന്ന് വായ തുറന്നുറങ്ങിയാൽ നമ്മുടെ കുട്ടികളുടെ മുഖത്തിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും, രൂപഘടന മാറിപ്പോവും എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് ഡോക്ടർ? അതെ, എന്താ സംഭവിച്ചു, നമ്മള് വായ് തുറന്നുറങ്ങുമ്പോ ഇത് കണ്ട കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ വായ് തുറന്നാണ് ഉറങ്ങുന്നതെങ്കിൽ നാവ് മേലെണ്ണാക്ക് തട്ടില്ല. വായ് പൂട്ടിയാൽ മാത്രമേ നാവ് മേലെണ്ണാക്ക് തട്ടുള്ളൂ. നാവ് മേലെണ്ണാക്കിൽ തട്ടിയാൽ മാത്രമേ മുഖത്തിന്റെ നടുഭാഗം മുന്നോട്ടേക്ക് വരുള്ളൂ, വീതിയും വെക്കുള്ളൂ. അപ്പൊ അത് സംഭവിക്കാതിരിക്കുമ്പോൾ മുഖത്തിന്റെ മിഡ് ഫേസ്, അതായത് മുഖത്തിന്റെ നടുഭാഗം കൃത്യമായിട്ട് വികസിക്കില്ല വായ് തുറന്നുറങ്ങും. അതേപോലെ നമ്മൾ ശ്വാസം എടുക്കുന്നതിനും കാട്ടി ശക്തിയിലാണ് പുറത്തേക്ക് വിടുക. മൂക്ക് കൂടെ ആണെങ്കിൽ വിഷയമില്ല, വായ് കൂടെ ആവുമ്പോൾ മോണ പൊന്തുകയും കീച്ചുണ്ട് തടിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ വായ് തുറന്നുറങ്ങുമ്പോൾ നാവ് താഴേക്ക് പോവാണ്. നാവ് താഴേക്ക് പോകുമ്പോൾ ആ നാവിന്റെ ആ വെയിറ്റ് ഒരു ട്രസ്റ്റ് നമ്മളെ മാൻഡിബിളിന് കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കീഴ്ത്താടിയുടെ വികസനത്തെയും അത് ബാധിക്കും. അപ്പൊ മുഖത്തിന്റെ നടുഭാഗം വികസിക്കാതിരിക്കുക, മോണ പൊന്തുക, കീഴ്ത്താടി ചുരുങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ മുഖം അല്പം ലോങ് ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലം വായ് തുറന്ന് ശ്വാസം എടുക്കും. അപ്പൊ നിർബന്ധമായും വായ് തുറന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ, മൂക്കടപ്പ് കൊണ്ട് സ്ഥിരമായി വായ് തുറന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് മുഖത്തിന്റെ രൂപഘടനയെ ബാധിക്കും. ഡോക്ടർ, മൂക്കടപ്പ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും കൂർക്കം വലിയും അധികമാകുന്നതായിട്ട് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള കൂർക്കം വലി ഒരാളെ ശാരീരികമായിട്ട് എങ്ങനെയൊക്കെയാണ് ബാധിക്കുക? അതെ, കൂർക്കം വലി മൂക്കുന്ന് നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന്റെ സുഷിരം തൊട്ട് ശ്വാസകോശത്തിന്റെ തുടക്കം വരെ ഉള്ള ഭാഗങ്ങളിൽ എവിടെ തടസ്സമുണ്ടെങ്കിലും അത് കൂർക്കം വലി ഉണ്ടാക്കാം. അത് മൂക്കിലാകാം, തൊണ്ടയിലാകാം, നാവിന് പിന്നിലാകാം. അപ്പൊ ആ ഒരു ഭാഗം വരെ എവിടെ തടസ്സം ഉണ്ടെങ്കിലും കൂർക്കം വലി ഉണ്ടാക്കാം. കൂർക്കം വലി നമ്മൾ ആഴത്തിലുള്ള ഉറക്കിനെ ബാധിക്കും. അപ്പൊ ആഴത്തിലുള്ള ഉറക്ക് നെറ്റിലുള്ള ഉറക്ക് ഉണ്ടാകാനും അത് ഒരു പക്ഷേ രോഗിക്ക് മനസ്സിലാണെന്നില്ല. അതായത് കൂർക്കം വലി ചുറങ്ങുന്ന ഒരാള് നെട്ടുന്നത് പ്രത്യക്ഷത്തിൽ കാണണമെന്നില്ല. പക്ഷെ അവർ ഉറക്കി നെട്ടുന്നത് കൊണ്ട് അവര് രാവിലെ എണീച്ചാൽ ഒരു നല്ലൊരു ഉറക്കിന്റെ സംതൃപ്തി കിട്ടിയതായിട്ട് അവർക്ക് ആ അനുഭൂതി ഉണ്ടാകണമെന്നില്ല. അതേപോലെ അവർ അലസമായിരിക്കുമ്പോൾ ഉറങ്ങിപ്പോവുക, വാഹനം ഓടിക്കുമ്പോൾ ഉറക്ക് വരിക, അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരും. പിന്നെ അധികം കൂർക്കം വലിയുള്ള ആൾക്കാർക്ക് രക്തസമ്മർദ്ദം കൂടുന്നതായിട്ടും പ്രമേഹത്തിന്റെ അസുഖം, അത് ഒരുപക്ഷെ പ്രമേഹത്തിന്റെ മരുന്ന് എടുത്തിട്ട് പോലും പ്രമേഹം നിയന്ത്രിക്കുന്നതിന് അതീതമായി മാറുന്നതായിട്ട്
കണ്ടുവരുന്നുണ്ട്. അതേപോലെ ഒരുപാട് കൂർക്കം വലിയുള്ളത് ആൾക്കാർക്ക് ഹൃദയ സംബന്ധമായും അതേപോലെ പക്ഷാഘാത സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യത സാധാരണ കൂർക്കം വലിക്കാത്ത ആൾക്കാരെക്കാൾ കൂടുതലായിട്ട് ആണെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഡോക്ടർ, അതുപോലെ ഈ മൂക്കിന്റെ പാലം വളവ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ട്. ഇത് ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പിന്നെയും അത് അങ്ങനെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, മൂക്കിന്റെ പാലം വളവ് ഒരു ഒരു ജനിക്കുമ്പേ വളഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അപകടത്തിൽ സംഭവിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കളിക്കളത്തിൽ എന്തെങ്കിലും ഒരു അപകടം അങ്ങനെ സംഭവിച്ചതായിരിക്കാം. അപ്പൊ പാലം വളവ് ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പാലം വളവ് മൂക്കടപ്പും സ്ഥിരമായിട്ട് ജലദോഷവും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് പാലം വളവ് നേരെയാക്കുക. പാലം വളവ് നേരെയാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വളയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഇഫ് ഡൺ കറക്റ്റ്ലി കംപ്ലീറ്റ്ലി ആ സെപ്റ്റം സ്ട്രെയിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ആ സെപ്റ്റം, ആ പാലം പിന്നെ വളയാനുള്ള സാധ്യതയില്ല. നമുക്ക് മൂക്കിന്റെ സർജറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ടോ? മൂക്കിന്റെ സർജറി, മൂക്കിന്റെ എന്ത് അസുഖത്തിന് ആസ്പദമാക്കിയിട്ട് ഉള്ള സർജറി ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബേസിക് ആയിട്ട് ഇപ്പൊ മൂക്കിന്റെ ഉള്ളിലുള്ള അഡിനോയിഡിന്റെ സർജറിയോ അല്ലെ മൂക്കിന്റെ പാലം വളവ്, അഡിനോയിഡ് സർജറി ഒരു ഡേ കെയർ സർജറിയാണ്. യൂഷ്വലി മോർണിംഗ് പ്രൊസീജിയർ കഴിഞ്ഞ ഈവനിങ് വീട്ടിലേക്ക് പോകാൻ പറ്റും. അത് കഴിഞ്ഞ 3 to 4 days റഫ് പ്ലേ ഒന്നും പാടില്ല എന്ന് പറയും. ഒരു 4 days കഴിഞ്ഞ സ്കൂൾ റെസ്യൂം ചെയ്യും കുട്ടികൾ. അതേപോലെ മൂക്കിന്റെ പാലമോ അല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിലുള്ള നേസൽ പോളിപ്പ്, മുതിർന്നവരിലുള്ള നേസൽ പോളിപ്പ് സർജറീസ് ഒക്കെ കഴിഞ്ഞാൽ സെയിം ഏകദേശം ഡേ കെയർ ആയിട്ട് തന്നെയാണ് ചെയ്തു വരുന്നത്. ഇതേപോലെ 3 to 4 days റെസ്റ്റ് എടുക്കാൻ പറയും. ഒരു 5th day പൊതുവെ ആൾക്കാരൊക്കെ തിരിച്ച് അവരുടെ ഓഫീസിലേക്കൊക്കെ പോകുന്നതായിട്ടാണ് ഇപ്പൊ ശീലിച്ചു വരുന്നത്. ഇത് ബേസിക് ആണ്, ഏറ്റവും മിനിമലി ഇൻവേസീവ് ആയിട്ടാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതുമായി ബന്ധപ്പെട്ട് വേദനയോ അല്ലെങ്കിൽ പിന്നീട് ഇൻഫെക്ഷൻ വരലോ ഒന്നും സാധാരണഗതിയിൽ കാണാറില്ല. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.